പേര് തെറ്റിച്ച് അനൗൺസ് ചെയ്തതിനും ആസിഫ് അലി അപമാനിതനായതിലും തനിക്കുള്ള വിഷമം പങ്കുവെക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു ജുവൽ. കഴിഞ്ഞ ദിവസം നടന്ന മനോരഥങ്ങൾ എന്ന പരിപാടിയുടെ അവതാരിക ഞാനായിരുന്നു. മനോരഥങ്ങൾ എന്നത് 9 സിനിമകൾ ഉൾപ്പെടുന്ന ആന്തോളജിയാണ്. അതുകൊണ്ട് തന്നെ 9 സിനിമകളിലെയും താരങ്ങളും സംവിധായകരും മ്യൂസിക് ഡയറക്ടേഴ്സും തുടങ്ങി ഒരുപാട് പ്രതിഭാധനരായ ആളുകളുടെ വലിയൊരു നിരയുമുണ്ട്. ആ കൂട്ടത്തിൽ മമ്മൂക്കായും പ്രിയദർശൻ സാറും എല്ലാം ഉണ്ട്. പരിപാടി ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ വരും വരില്ല എന്നതിൽ സംഘാടകർക്ക് കൃത്യത കുറവായിരുന്നു. മാത്രമല്ല, എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു. പിന്നെ ചിലത് ചേർക്കുകയും ഒഴിവാക്കുകയുമെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണൻ മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. 9 സിനിമകളുടെ അണിയറ പ്രവർത്തകരുടെയും പേരുകൾ തന്ന ലിസ്റ്റിൽ രമേശ് നാരായണൻ സാറിന്റെ പേരില്ലായിരുന്നു. എനിക്ക് ലിസ്റ്റ് തന്ന സംഘാടകരുടെ ഭാഗത്തു നിന്നും വന്ന വീഴ്ചയാണ്. കൂടാതെ ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയുമായി ബന്ധപ്പെട്ട് സ്റ്റേജിൽ കയറിയവർ ആരും രമേശ് സാറിന്റെ കാര്യം ശ്രദ്ധിച്ചതുമില്ല. ഭയങ്കര തിരക്കും ക്രൗഡുമായുള്ള ഷോ ആയതുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രമേശ് സാറിനെ ജയരാജ് സാറിന്റെ ടീമിനൊപ്പം സ്റ്റേജിലേക്ക് വിളിച്ചതുമില്ല. കാരണം തന്ന ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് ഇല്ല. അതിനിടെ പെട്ടെന്നാണ് ഷോ ഡയറക്ടേഴ്സ് വന്ന് രമേശ് സാറിനെ വേദിയിലേക്ക് വിളിച്ചില്ലെങ്കിലും ആസിഫ് അലി തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് മൊമെന്റോ കൊടുത്തിട്ട് കൊടുക്കാൻ പറയൂ എന്ന് പറഞ്ഞു. കൂടാതെ രമേശ് സാറിനെ എനിക്ക് കാണിച്ചു തന്നു. പക്ഷേ പേരെനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അറിയാമെങ്കിലും അത് തെറ്റായാണ് പറയുന്നതെന്ന് മനസ്സിലായെങ്കിലും അപ്പോൾ ആരും എനിക്ക് തിരുത്തി തന്നില്ല. സന്തോഷ് നാരായണൻ എന്ന് അനൗൺസ് ചെയ്ത ഉടനെ തന്നെ അടുത്തു നിന്നവരോട് അദ്ദേഹത്തിന്റെ കറക്റ്റ് പേര് പറയാൻ ആവശ്യപ്പെടുന്നത് വൈറൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അതിനുശേഷം സന്തോഷ് എന്നത് തിരുത്തി രമേശ് എന്ന് ഞാൻ അനൗൺസ് ചെയ്തു. നടക്കാൻ പ്രശ്നമുള്ളതിനാൽ പടിയിൽ കയറാൻ രമേശ് സാറിന് കഴിയില്ലെന്ന് സംഘാടകർ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്റ്റേജിൽ വിളിച്ച് മൊമെന്റോ കൊടുക്കാതിരുന്നത്. ആസിഫ് അലി രമേശ് സാറിന്റെ തൊട്ടടുത്ത് ഇരിക്കുന്നത് കണ്ട് ഷോ ഡയറക്ടറാണ് ആസിഫിനെ കൊണ്ട് കൊടുപ്പിക്കാമെന്ന് പറഞ്ഞത്. അല്ലാതെ വേറൊന്നും അതിൽ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. നമ്മുടെ അറിവിൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് ആസിഫ്. അങ്ങനെ ഞാൻ ആസിഫിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം മൊമെന്റോ രമേശ് സാറിന് നൽകി. അതിനിടെ ലിസ്റ്റിലെ ചില തിരുത്തലുകൾക്കായി സംഘാടകർ എന്നെ വിളിച്ചു. ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ നടന്ന കാര്യമാണ്. നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ ആസിഫ് അലി മൊമെന്റോ കൊടുക്കാൻ പോയപ്പോൾ എന്താണ് നടന്നതെന്ന് ഞാൻ കണ്ടില്ല. അടുത്ത അനൗൺസ്മെന്റിനുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഞാനും ആസിഫ് അലിയുടെ വീഡിയോ കണ്ടു. എനിക്കും ഒരുപാട് വിഷമം തോന്നി. ആസിഫ് തനിക്ക് തരാനാണ് കൊണ്ടുവരുന്നതെന്ന് അറിയില്ലായിരുന്നുവെന്ന് രമേശ് സാർ പറയുന്നത് കേട്ടു. താങ്കൾക്ക് തരാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ആസിഫ് ചിരിച്ച മുഖത്തോടെ അത് നിങ്ങൾക്ക് നേരെ നീട്ടുന്നത്? അദ്ദേഹത്തിന്റെ പേര് തെറ്റിച്ച് വിളിച്ചതാണ് വിഷമമെങ്കിൽ അത് എന്നോടാകാമായിരുന്നു. എന്നെ പറ്റി പരാതിപ്പെടാമായിരുന്നു. അല്ലാതെ ആസിഫിനോട് എന്തിനാണ് അത് ചെയ്തത്? അവിടെ നടന്ന ആ സംഭവത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഭവത്തിൽ ആസിഫിനോടും രമേശ് സാറോടും സോറി പറയുന്നു. എല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. വളരെ ശോകമായ രീതിയിലാണ് ആ പരിപാടി ഓർഗനൈസ് ചെയ്തിരുന്നത്. പരമാവധി അവതാരികയായിരിക്കുമ്പോൾ ഒരാളെ പോലും വിഷമിപ്പിക്കാതെ ചിന്തിച്ച് സെൻസിബിളായി സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. വലിപ്പം ചെറുപ്പം നോക്കിയല്ല ആസിഫിനെ കൊണ്ട് മൊമെന്റോ കൊടുപ്പിച്ചത്. ആസിഫിന്റെ ചിരിച്ച മുഖം കണ്ടിട്ടാണ്. ആസിഫിനോട് ഒരുപാട് സ്നേഹം. ആ സംഭവത്തിലൂടെ ഉണ്ടായ വേദന ആസിഫ് അർഹിക്കുന്നതല്ല. ആരെയും ദ്രോഹിക്കാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നും ജുവൽ മേരി പറഞ്ഞു.